ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രീതിയിൽ, ഫോർ എക്സാമ്പിൾ റെഗുലർ അല്ലാതെ ഡിസ്റ്റൻസ് മോഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ, അതായത് ജെനുവിൻ സർട്ടിഫിക്കറ്റ്, ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, PSC വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, സോ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ ഇന്ത്യയിൽ ഒരു കോഴ്സ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, എബ്രോഡ് ചെയ്യുന്ന ഒരു കോഴ്സിനെ പറ്റിയല്ല പറയുന്നത്. കാരണം അതിനകത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നിഷൻ അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ വരും. സോ അതൊക്കെ വിട്ടിട്ട് എന്താ പറയുക, നമ്മൾ ഇന്ത്യയിൽ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ കോഴ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, സോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ ഇന്ത്യയിൽ UGC അംഗീകാരമുള്ള ഏത് സർവകലാശാല കൊടുക്കുന്ന കോഴ്സുകളും നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ എവിടെയൊക്കെയാണ് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുടെ ഭാഗങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. ഒന്ന്, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ്, അതായത് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് വേണ്ടി വരുന്ന പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ, ഫോർ എക്സാമ്പിൾ ലൈക്ക് BEd പ്രോഗ്രാം. BEd എന്ന് പറയുന്ന ഒരു റെഗുലർ പ്രോഗ്രാമാണ്. BEd എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മോഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അങ്ങനെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിടത്ത് പോയി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ അതിനൊരു എക്സംഷൻ ഉണ്ട്. എക്സംഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾക്ക് ഓൾറെഡി TTC അഥവാ DLED ഉണ്ട്, അല്ലെങ്കിൽ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മോണ്ടസറി കോഴ്സുകൾ ഓൾറെഡി റെഗുലർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BEd ഡിസ്റ്റൻസ് മോഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് അതിനുശേഷം അവരിത് ആ കോഴ്സിന്റെ കൂടെ 3 മാസം അല്ലെങ്കിൽ 3.5 മാസത്തെ ഈ പറയപ്പെടുന്ന ടീച്ചിങ് പ്രാക്ടീസ് മാത്രം റെഗുലർ ആയിട്ട് ചെയ്താൽ മതിയോ? ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സർട്ടിഫിക്കറ്റ് യാതൊരു പ്രശ്നമില്ല. അല്ലാത്തൊരു സാഹചര്യങ്ങളിൽ BEd എന്ന് പറയുന്നത് റെഗുലർ മോഡിൽ തന്നെ ചെയ്യണം. അതായത് റെഗുലർ മോഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ചില കോഴ്സുകൾ റെഗുലർ ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ഏത് കോഴ്സുകൾ എടുത്താലും, അല്ലാത്ത ഏത് കോഴ്സുകളാണ് എങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, UGC അംഗീകാരമുള്ള ഒരു സർവകലാശാലയിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ജെന്യുവൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോർഡ് പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഇംഗ്ലീഷ് പാസ്സായെന്ന് വിചാരിക്കാം. ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഇംഗ്ലീഷ് പാസ്സായെന്ന് വിചാരിക്കാം. നിങ്ങൾ അതിനുശേഷം BEd ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ കേട്ടിട്ട് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡിഗ്രി എന്ന് പറയുന്നത് കേരളത്തിന് വെളിയിൽ നിന്നായതുകൊണ്ട്, നിങ്ങളോട് പറയും നിങ്ങൾ ജെന്യുവൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറയും. അപ്പം ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ നിങ്ങൾ ആ പർട്ടിക്കുലർ കോഴ്സ് പാസ്സായിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ജെന്യുവൻസിന്റെ ആപ്ലിക്കേഷൻ പോകണം. അതായത് നിങ്ങൾ ഏത് DE ഓഫീസിലാണോ കേഡറ്റിന്റെ വെരിഫിക്കേഷൻ പോയത്, കേഡറ്റിന്റെ വെരിഫിക്കേഷൻ പോകുമ്പോൾ ജെന്യുവൻസ് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വേറെ ഏതെങ്കിലും പർപ്പസിലാണ് റെസ്പെക്റ്റീവ് ഓഫീസിൽ നിന്ന്, അപ്പൊ DE ഓഫീസിൽ നിന്ന് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം. അപ്പൊ ഈ ആപ്ലിക്കേഷൻ അത് യൂഷ്വലി മിക്ക യൂണിവേഴ്സിറ്റികൾക്കകത്തും ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. ചില യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനാണ് പ്രൊസീജിയർ, അപ്പോൾ ഓൺലൈനായിട്ട് അത് ഫില്ല് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, മിക്കവാറും യൂണിവേഴ്സിറ്റിയിൽ ഫീസ് ഉണ്ടാവും. ഫീസ് ഒന്നെങ്കിൽ ഓൺലൈനായിട്ടോ DDA പ്രകാരമോ അടച്ചിട്ട് ഫീസിന്റെ റെസിപ്റ്റ് ഉണ്ടാവും. അതുപോലെ അടുത്തെന്ന് പറയുന്നത് ഏത് ഓഫീസിലേക്കാണോ ഈ പറയപ്പെടുന്ന ജെന്യുവൻസ് വേണ്ടത് അവർ അറ്റാച്ച് ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് ലെറ്റർ, ഫോർ എക്സാമ്പിൾ റിക്വസ്റ്റ് ലെറ്റർ ഫ്രം ദ DE ഓഫീസ്, അവരുടെ ഒഫീഷ്യൽ ലെറ്റർ പാടുള്ള റിക്വസ്റ്റ് ലെറ്റർ. ഈ റിക്വസ്റ്റ് ലെറ്ററിന്റെ ഒക്കെ ഫോർമാറ്റ് എങ്ങനെ വേണ്ടെന്നുള്ളത് വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെയും മാർക്ക് ലിസ്റ്റിന്റെയും കോപ്പി, ചിലടത്ത് അറ്റസ്റ്റഡ് ചോദിക്കും, ചിലടത്ത് ഗസ്റ്റ് ഓഫീസർ അറ്റസ്റ്റഡ് ചോദിക്കും. അതനുസരിച്ചിട്ട് ഈ റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റിയിലേക്ക്, ഇവിടെ ഇപ്പം ഒരു ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പോയത് തൊടുപുഴ DE ഓഫീസിൽ നിന്നാണെങ്കിൽ തൊടുപുഴ DE ഓഫീസിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ എടുത്ത ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ആപ്ലിക്കേഷനെ വെരിഫൈ ചെയ്തതിനു ശേഷം ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെന്യുവൻ സർട്ടിഫിക്കറ്റ് DE ഓഫീസിലേക്ക് ഇഷ്യൂ ചെയ്യും. ജെന്യുവൻ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ഹൈലി കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് ആണ്. ഒരു കാരണവശാലും പഠിച്ച സ്റ്റുഡന്റിന്റെ കയ്യിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും ലഭിക്കില്ല. ഒന്നാമത്തെ സിറ്റുവേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഇക്വിവാലൻസി സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം കേരളത്തിന് വെളിയിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രിയോ PGയോ പാസ്സായതിനു ശേഷം കേരളത്തിൽ വന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അഥവാ തുല്യതാ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റി പ്രൊസീജിയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജനറൽ ഇൻഫർമേഷൻ ആണ് നമ്മളോട് നോക്കുന്നത്. സോ ഒരു ഇക്വലൻസി കിട്ടുന്ന സമയത്ത് രണ്ട് യൂണിവേഴ്സിറ്റികൾ എന്തൊക്കെയാണ് പരിഗണിക്കുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എടുത്തതുപോലെ തന്നെ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഇംഗ്ലീഷ് നിങ്ങൾ ഡിസ്റ്റൻസ് മോഡിൽ പാസ്സായി.
നിങ്ങൾ അതിനുശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വന്നു എന്ന് വിചാരിക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വന്നു, കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമാണ് ഇക്വലൻസി കിട്ടാൻ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി എടുക്കുന്നത്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഇക്വലൻസി കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇക്വലൻസി തരാൻ പോകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ BA ഇംഗ്ലീഷ് കോഴ്സ് ഡിസ്റ്റൻസ് മോഡിലുള്ളത്. അതായത് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് മോഡിലുള്ള BA ഇംഗ്ലീഷും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ BA ഇംഗ്ലീഷ് ഡിസ്റ്റൻസ് മോഡിലുള്ളതും ഇക്വിവാലന്റ് ആണെന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് ഇക്വലൻസി കിട്ടുക. അതിനുവേണ്ടി അവർ പരിഗണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, രണ്ട് കോഴ്സിന്റെ പേരുകൾ അവർ നോക്കും, പേര് ഒരേപോലെയാണോ. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മിക്ക യൂണിവേഴ്സിറ്റികളെ പരിഗണിക്കാറില്ല. രണ്ടാമത്തേത് പറയുന്നത് ഓരോ കോഴ്സിന്റെ ക്രെഡിറ്റ് അവർ നോക്കും. ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മിനിമം പാസ് ആവാനായിട്ട് എത്ര ക്രെഡിറ്റ് ആവശ്യമായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവർ നോക്കുന്നത് പറയുന്നത് പാസ് മാർക്ക് എത്രയായിരുന്നു. ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി ഒരു പേപ്പർ പാസ്സാകാൻ 30% മാർക്ക് വേണമെന്ന് വിചാരിക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 40 വേണം. അങ്ങനെയാണെങ്കിൽ ഇക്വലൻസി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ പാസ്സായിരിക്കുന്നത് 30-നും 40% ഇടയിലുള്ള മാർക്ക് നേടുകയാണെങ്കിൽ ആ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇക്വലൻസി കിട്ടില്ല. കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏത് പേപ്പർ പാസ്സാണെങ്കിൽ 40% വേണ്ടതുകൊണ്ട്. അപ്പൊ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ നിങ്ങൾ ഇക്വലൻസി എടുക്കുന്നത്, അവരുടെ മിനിമം പാസ് റിക്വയർമെന്റ് എന്താണോ അത് നിങ്ങൾ എല്ലാ പേപ്പറിനകത്തും ഉണ്ടായിരിക്കണം. പിന്നെ അവർ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്കീമും സിലബസും. അവർ നോക്കുന്ന ഒരു കാര്യമാണ് സ്കീമും സിലബസും നമ്മളെ മാച്ച് നോക്കും. ചില സാഹചര്യങ്ങളിൽ ഇക്വലൻസിക്ക് അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ സ്കീമും സിലബസും രജിസ്ട്രാറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിനേക്കാളെല്ലാം പ്രധാനം, കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക ഇക്വലൻസി കിട്ടണമെങ്കിൽ അവർ നോക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ചത് UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ, നിങ്ങൾ പഠിച്ചത് UGC അംഗീകാരമുള്ള ഒരു സർവകലാശാലയിൽ നിന്നാണോ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഠിച്ചിരിക്കുന്നത് UGC അംഗീകാരമുള്ള കോഴ്സാണോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ കോഴ്സിനും UGC അംഗീകാരം ഉണ്ടാവണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ടായാൽ പോരാ. പിന്നെ ഈ രണ്ട് അംഗീകാരവും 2021 ശേഷമാണെങ്കിൽ ഈ രണ്ട് അംഗീകാരവും നിങ്ങൾ എടുക്കുന്ന അഡ്മിഷൻ ഇയറിൽ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഒരു കോഴ്സിന് 2024-25 അക്കാദമിക് ഇയറിൽ അംഗീകാരം ഉണ്ടായിരുന്നു. നിങ്ങൾ 26-27 അഡ്മിഷൻ എടുക്കുന്നു. അന്നേരം ഇപ്പൊ അംഗീകാരം ഇല്ലെങ്കിൽ, നേരത്തെ അംഗീകാരം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഇക്വലൻസി കിട്ടും, ഇല്ല. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ഏത് വർഷമാണോ ആ വർഷം അതിന് അംഗീകാരം ഉണ്ടായിരിക്കണം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന വർഷം അംഗീകാരമുണ്ട്, അത് കഴിഞ്ഞൊരു വർഷം അംഗീകാരം പോയാൽ നിങ്ങൾക്ക് ഇക്വലൻസി കിട്ടാതെ വരും. ഇല്ല, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന വർഷം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്കും നിങ്ങളുടെ കോഴ്സിനും എന്തുണ്ടാവണം, നിങ്ങൾക്ക് അംഗീകാരം ഉണ്ടാവണം, UGCയുടെ അംഗീകാരം ഉണ്ടാവണം. ഇതെങ്ങനെ അറിയാനായിട്ട് പറ്റും? നിങ്ങൾക്ക് UGCയുടെ എന്താ പറയുക ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഡെബ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, ഇതാണ് UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക കോഴ്സുകളൊക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഓൾ പ്രോഗ്രാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ പോയിട്ട് താഴോട്ട് വന്നിട്ട് ഓൾ പ്രോഗ്രാം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് റെക്കഗ്നൈസ്ഡ് ആയിരിക്കുന്ന കോഴ്സുകൾ, യൂണിവേഴ്സിറ്റികൾ, കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇയർ വൈസ് ലൈക്ക് എന്താ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ റെക്കഗ്നിഷൻ എങ്ങനെയാണെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് നോക്കി മനസ്സിലാവാൻ സാധിക്കുന്നതാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഭാരതിദാസിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇപ്പോഴും ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി കുറിച്ച് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പേരൊക്കെ നോക്കാം. നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന വർഷം എന്താണ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്കും നിങ്ങളുടെ കോഴ്സിനും റെക്കഗ്നേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കിയ ഭാരതിദാസൻ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ 2021-22 ഈ റെക്കഗ്നേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വർഷം ഉണ്ടോ നിങ്ങൾ നോക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വർഷം ഏതാണോ ആ വർഷത്തെ ഓരോ വർഷവും ഓഗസ്റ്റ് മാസവും പിന്നീട് ഒരു 6 മാസത്തിന് ശേഷവും എന്താ പറയുക UGC ഒരു ലിസ്റ്റ് പുറത്തിറക്കും. ഇപ്പൊ ഏതൊക്കെ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ട്, ഏതൊക്കെ കോഴ്സിന് അംഗീകാരമുണ്ടെന്ന്. ആ സമയത്ത് അങ്ങനെ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ ഒരു ഇതാണ് 2025-26 ലിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അത് ലൈക്ക് എന്താ പറയുക ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ കിട്ടും. അതിനകത്ത് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റി ഏതാണ് സ്റ്റേറ്റ് വൈസ് നിങ്ങൾക്ക് തപ്പി നോക്കാം. ആ യൂണിവേഴ്സിറ്റിയുടെ പേര് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഭാരതിദാസൻ പറഞ്ഞുകൊണ്ട് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി പറഞ്ഞു. ഇവിടെ നോക്കി 2021-22 അക്കാദമിക് സെക്ഷൻ മുതൽ 2025-26 അക്കാദമിക് സെക്ഷൻ വരെ 2026 ജനുവരി വരെയുള്ള അഡ്മിഷന് അംഗീകാരമുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കുന്നവർ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അംഗീകാരം കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കണം. അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ കോഴ്സിന്റെ പേരുണ്ടോ എന്ന്
കൃത്യമായിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇക്വലൻസി കിട്ടുകയുള്ളൂ. സോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പേരിനകത്തുള്ള ലൈക്ക് എന്താ പറയുക, പേരിനകത്തുള്ള മാച്ചുകൾ നോക്കണം, ലൈക്ക് എന്താ UGC അംഗീകാരം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം കോഴ്സിനും അതുപോലെ എന്താ യൂണിവേഴ്സിറ്റിക്കും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അഡ്മിഷൻ എടുത്ത വർഷം ഉണ്ടോ നിങ്ങൾ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഇക്വലൻസി കിട്ടുക. അപ്പൊ ഇക്വലൻസി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ. അംഗീകാരമില്ലാതെ സർവകലാശാലയിൽ നിങ്ങൾ കോഴ്സ് പഠിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും അംഗീകാരം കിട്ടത്തില്ല. എന്താ പറയുക, ഇക്വലൻസി കിട്ടത്തില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് PSC വെരിഫിക്കേഷൻ. PSC വെരിഫിക്കേഷനോ PSC എന്തൊക്കെ കാര്യങ്ങൾ നോക്കും. കേരളത്തിന് വെളിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് നിങ്ങൾ പഠിച്ച കോഴ്സിന് PSC വെരിഫിക്കേഷന് പോകുമ്പോൾ അവർ കൃത്യമായിട്ടും നിങ്ങളോട് ഇക്വിവലൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പൊ നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ ഉടനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ ഇക്വലൻസി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ കേരളത്തിലെ ഒരു സർവകലാശാലയിൽ നിങ്ങൾ പഠിച്ചെങ്കിൽ എന്താ പറയുക, ഈ പറയപ്പെടുന്ന ഇക്വലൻസി വേണം. അന്നേരം നിങ്ങൾക്ക് ഇക്വലൻസി ആവശ്യമില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിന് വെളിയിൽ നിന്നുള്ള പഠിച്ചിട്ട് വരുന്ന ഏതൊരു ഡിഗ്രിക്കും കേരളത്തിലെ ഏത് സർവകലാശാലയിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇക്വലൻസി എടുക്കാം. മേ ബി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോൾ ഡിസ്റ്റൻസ് മോഡിലുള്ള എല്ലാ ഇക്വലൻസികളും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുക്കണം എന്ന് പറഞ്ഞൊരു ഓർഡർ വരാം. അങ്ങനെ വരുന്ന കഴിഞ്ഞ് നിങ്ങൾ SNOU തന്നെ എടുക്കേണ്ടതായിട്ട് വരും. അതർവൈസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേണമെങ്കിൽ ഇക്വലൻസി എടുക്കാം. അതിനുശേഷം ചില സമയം PSC വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് PSC ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ മാർക്ക് ലിസ്റ്റോ എന്തെങ്കിലും സംശയം ചോദിക്കുക, ജെനുവൻസ് ആവശ്യപ്പെടാം. ജെനുവൻസ് ആവശ്യപ്പെട്ടാൽ നമ്മൾ കേഡറിന്റെ കേസിനകത്ത് എങ്ങനെയാണ് ജെനുവൻസിന് ആപ്ലിക്കേഷൻ കൊടുത്തത് അതേപോലെ തന്നെ വരും. ഒരു വ്യത്യാസം വരുന്നത്, ഇവിടെ തൊടുപുഴ DO എന്ന് പറയുന്നതിന് പകരം കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നായിരിക്കും ഈ ആപ്ലിക്കേഷൻ പോകേണ്ടത്. ഈ ജെനുവൻസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിലോട്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഇനി PSC അവിടെ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അഡ്മിഷൻ എടുത്ത വർഷം നിങ്ങളുടെ കോഴ്സിന് UGC അംഗീകാരം ഉണ്ടായിരുന്നോ, നിങ്ങളുടെ കോഴ്സ് നിങ്ങളെടുത്ത യൂണിവേഴ്സിറ്റിക്ക് UGC അംഗീകാരം ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കും. അത് കൃത്യമായിട്ട് നോക്കാനായിട്ട് PSC നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഓർക്കുക, ഈ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരാണെങ്കിലും ഇപ്പോൾ പഠിച്ചു പഠിച്ചവരാണെങ്കിലും നിങ്ങളുടെ കോഴ്സിന് ഉപകാരമുണ്ടോ എന്നറിയാൻ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം, നിങ്ങൾ പഠിച്ച സർവകലാശാലയ്ക്ക് UGC അംഗീകാരമുണ്ടോ, രണ്ട് നിങ്ങൾ പഠിച്ച കോഴ്സ് പഠിക്കുന്ന കോഴ്സിന് UGC അംഗീകാരമുണ്ടോ, മൂന്ന് നിങ്ങൾ അഡ്മിഷൻ എടുത്ത വർഷം അംഗീകാരം ഉണ്ടായിരുന്നോ എന്ന് കൃത്യമായി നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡിസ്റ്റൻസ് മോഡിൽ പഠിക്കാനായിട്ട് പോവുക. പലർക്കും പല സാഹചര്യങ്ങൾക്കാണ് ഡിസ്റ്റൻസ് മോഡിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഡിസ്റ്റൻസ് മോഡിൽ കോഴ്സ് പഠിക്കുന്നത് ഒരിക്കലും മോശപ്പെട്ട കാര്യമല്ല. പക്ഷേ റെഗുലർ മോഡിൽ പഠിക്കണമെന്ന് മാൻഡേറ്ററി ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒഴിച്ച് ഏത് കോഴ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് മോഡിൽ പഠിക്കാം. അതിനുശേഷം PSC പരീക്ഷയാണെങ്കിലും SSC പരീക്ഷയാണെങ്കിലും ഏത് പരീക്ഷകളും നിങ്ങൾക്ക് എഴുതാം. പക്ഷേ അവിടെ ആകെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വേണം നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട്. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.